സഞ്ജുവിനെ വേൾഡ് കപ്പിൽ എടുത്തുവെങ്കിലും ഇതുവരെ ഒരവസരം കൊടുത്തിട്ടില്ല. ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് സൂപ്പർ 8 മത്സരങ്ങളാണ്. അതിലും സഞ്ജുവിനെ കളിപ്പിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് സഞ്ജുവിൻ്റെ വേൾഡ് കപ്പ് സ്വപ്നം താറുമാറായിരിക്കുകയാണ്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ എടുത്തിട്ട് ഒരു അവസരം പോലും കിട്ടാതെ നാട്ടിലേക്ക് മടങ്ങുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് നാണക്കേടാണ്. ഇപ്പോഴിതാ സഞ്ജുവിന് സപ്പോർട്ടായിട്ട് പാകിസ്ഥാൻ ടീം വന്നിരിക്കുകയാണ്. സഞ്ജുവിനെ പാകിസ്ഥാൻ ടീമിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. സഞ്ജുവിൻ്റെ പ്രതിഭയെ പുറത്തെടുക്കാൻ അവസരം കൊടുക്കുന്നില്ല. സന്നാഹ മത്സരത്തിൽ പേരിനൊന്ന് കളിപ്പിച്ചു, പിന്നീട് സഞ്ജുവിനെ സൈഡ് ബെഞ്ചിലേക്ക് തട്ടി. വിരാട് കോഹ്ലി 3 മാച്ചിൽ ഫ്ലോപ്പാണ്, എന്നിട്ടും താരത്തിന് അവസരം കൊടുക്കുന്നു. അതുപോലെ ശിവൻ ദുബെയും. സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നാണ് പാകിസ്ഥാൻ താരം വസീം അക്രം പറയുന്നത്. വസീം അക്രം പാകിസ്ഥാനിലേക്ക് സഞ്ജുവിനെ ക്ഷണിച്ചിരിക്കുകയാണ്. സഞ്ജു പാകിസ്ഥാനിലേക്ക് വന്നാൽ രണ്ടും കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് വസീം അക്രം പറയുന്നത്. ഇതുപോലത്തെ ഒരു പ്രതിഭയുടെ കളിക്കാരനെ കളിപ്പിക്കാത്തത് ഇന്ത്യൻ ടീം ചെയ്യുന്ന വലിയ മണ്ടത്തരമാണെന്നാണ് വസീം അക്രം പറയുന്നത്. ഞാനാണെങ്കിൽ ശിവൻ ദുബെയ്ക്ക് പകരം സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ കളിപ്പിച്ചേനെ. ഇതുപോലത്തെ ഒരു താരം സ്ക്വാഡിലുണ്ടായിട്ടും ഇന്ത്യ സഞ്ജുവിനെ ഇറക്കാത്തത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സഞ്ജു പാകിസ്ഥാൻ ടീമിലേക്ക് വരൂ. സഞ്ജുവിനെ പാകിസ്ഥാൻ ടീം ഉറപ്പായിട്ടും പ്ലേയിങ് ലെവലിൽ കളിപ്പിക്കുമെന്നാണ് അക്രം പറയുന്നത്. ശരിക്കും BCCI സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ആരാധകരുടെ രോഷം കാരണം പേരിനൊന്ന് വേൾഡ് കപ്പിൽ എടുത്തു. കളിപ്പിക്കാൻ അവർക്ക് ഉദ്ദേശമില്ല. രോഹിത് ശർമ്മ സഞ്ജുവിനെ ഇറക്കാത്തതുപോലെയാണ് ടീം പ്രഖ്യാപിക്കുന്നത്. സഞ്ജു അപ്പോൾ ഇന്ത്യ വിട്ട് മറ്റു നാട്ടിലേക്ക് പോകേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.